എറണാകുളം ഞാറക്കലിൽ രൂക്ഷമായ കടലേറ്റം. കടൽഭിത്തി തകർത്ത് വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. സ്ഥലത്ത് പ്രദേശവാസികൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം അവരുടെ രോഷം അവർ അറിയിക്കുന്നുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഞാറക്കലിൽ നിന്ന്. ശ്യാം, നേരത്തെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവിടെയുള്ള നാട്ടുകാർ, മത്സ്യത്തൊഴിലാളികൾ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നത് കണ്ടു. ഏറെ നാളായുള്ള അവരുടെ ആവശ്യമാണ്. അതിനിടയിലൊരു മണൽ ഭിത്തി നിർമ്മിച്ചു എന്നതൊഴിച്ചാൽ മറ്റ് യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോഴത്തെ അവിടെ നിന്ന് കുടുംബങ്ങളൊക്കെ മാറി താമസിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ ശ്യാം? റിജിത്ത്, അതേ പ്രദേശത്ത് തന്നെയാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലത്താണ് ഈ മണൽഭിത്തി ഉണ്ടായിരുന്നത്. ആ മണൽഭിത്തി ഉണ്ടായിരുന്നതിൻ്റെ അടുത്താണ് ഈ കടൽ ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നാട്ടുകാരുടെ വീടുകളിൽ ഉൾപ്പെടെ താമസിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായത്. അതാണ് നാട്ടുകാരെ വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും വില്ലേജ് ഓഫീസറും അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാർ പറയുന്നത് അത് 4 ലക്ഷം രൂപയുടെ മണൽവാടയാണ് ഇവിടെ അടിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ ഇപ്പോഴത്തെ ഒരു സ്ഥിതി? ഇവിടെ ഇപ്പോൾ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കഴിഞ്ഞ 25-ാം തീയതി തുടങ്ങിയ കടലേറ്റമാണിത്. അന്ന് തുടങ്ങി ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ കൊണ്ട് ക്യാമ്പിൽ നിർത്തി. 5 ദിവസം ഞാൻ ക്യാമ്പിൽ നിന്ന് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോഴും ഇതേ രണ്ടാമത് തുടങ്ങിയിരിക്കണം. അന്ന് 4 ലക്ഷം രൂപയ്ക്ക് ചാക്ക് വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്ത പണിയാണിത്. അത് മൊത്തം പോയി. അന്ന് വെച്ചപ്പോൾ തന്നെ പറഞ്ഞു വെക്കല്ലേ എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ട് വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം വെച്ച് അവർ ആ മണ്ണ് മുഴുക്കാൻ ഞങ്ങളുടെ പിറക്കാത്തതാണ്. കാരണം ഞങ്ങൾക്കിപ്പോൾ കയറി കിടക്കാൻ ഉമ്മറില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എങ്ങനെ ജീവിക്കണം? മീൻപിടുത്തക്കാരാണ് ഞങ്ങൾ. ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് വേറെ തൊഴിലറിയാൻ പാടില്ല. ഈ മണ്ണ് കയറി കടൽ കയറുകയും ചെയ്യുന്നതൊക്കെ ഇവരോട് ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര ശക്തമായിട്ടുള്ള കടലേറ്റമായിരുന്നു. ഞങ്ങളുടെ വീടിനൊക്കെ അകത്ത് വെള്ളം കയറി, ഉപകരണങ്ങളൊക്കെ നശിച്ച്. പിന്നെ അതല്ല പ്രായമായ ആൾക്കാർ, കുട്ടികൾ, ഇവരെയും കൂടെയൊക്കെ നമ്മുടെ താമസിക്കണ്ടേ. ഇത് രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് എങ്ങും പോകാനൊരു സ്ഥലമില്ല. നമ്മൾ അതാണ് പറഞ്ഞത്, അധികാരികൾ അറിഞ്ഞങ്ങാട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംവിധാനം ചെയ്തു തരണം. ഈ കടൽകയറ്റത്തിന്റെ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോയി. നാട്ടുകാരുടെ ഒരു പ്രശ്നമാണ് അവർ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്താണ് ഇങ്ങനെ ഈ ഒരു 100-150 മീറ്റർ വീതിയിൽ ഇങ്ങനെ കടൽ അടിച്ചു കയറുന്നത്. അതാണ് ഈ 1-ാം വാർഡിലെ ഈ കാഴ്ച. ഇന്ന് രാത്രി ഈ മത്സ്യത്തൊഴിലാളികൾ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് രാത്രിയാകുന്നതോടെ കടൽ കൂടുതൽ ശക്തമാകും. അതോടുകൂടി ഇവിടെ കൂടുതൽ വീടുകളിൽ വെള്ളം കയറുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ വീടുകളിൽ നിന്ന് ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഈ വെള്ളം ഇങ്ങനെ തോട് പോലെ ഒഴുകി ഇവിടുത്തെ വീടുകളിലേക്ക് ചെല്ലുകയാണ്. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യും എന്നുള്ളത് അവർക്ക് ഒരു നിശ്ചയമില്ല. ഏതായാലും ജില്ലാ കളക്ടർ അടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ സംസാരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഈ കാണുന്നത് ഇങ്ങനെ തോടുപോലെ ഈ ഒഴുകുന്നത് കടലാണ്. അതാണ് ഈ വീടുകളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പ്രദേശം വലിയ ഒരു കടലാക്രമണ ഭീഷണിയിൽ തന്നെയാണ്. കാരണം ഇതൊരു വീടായിരുന്നു. ആ വീട്ടിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ വീടിൻ്റെ അകത്താണ് ഈ കടൽ വെള്ളം ഒഴിച്ച് മണ്ണും കടലും ഒക്കെ അടിച്ചു കയറി ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ ഓരോ വീട്ടിലേക്കും ഇങ്ങനെ വെള്ളം ഒലിച്ചു കയറുകയാണ്. അത്ര ദുരിതത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ. കനത്ത മഴയും ഈ പ്രദേശത്ത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ശക്തമായ കടൽക്ഷോഭമാണ് ഉണ്ടാവുന്നത്. വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. ഞാറക്കലിൽ വലിയ കടൽക്ഷോഭം ഉണ്ടാവുന്നു. നാട്ടുകാരുടെ പ്രതിഷേധവും ഉണ്ടാവുന്നു.